രണ്ടാം പിണറായി മന്ത്രിസഭയുടെ 4ാം വാർഷികത്തോടനുബന്ധിച്ച ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പ് വിവിധ വകുപ്പുകളുടെ സഹകരണത്തോടെ മെയ് 4 മുതൽ 10 വരെ എന്റെ കേരളം പ്രദർശന വിപണന മേള സംഘടിപ്പിക്കുന്നു. പാലക്കാട് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിന് സമീപമുള്ള മൈതാനത്താണ് മേള നടക്കുക. മെയ് 4 വൈകിട്ട് 5 വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടിയാണ് മേള ഉദ്ഘാടനം ചെയ്യുക. രാവിലെ 9 മുതൽ രാത്രി 10 വരെയാണ് മേളയുടെ സമയക്രമം. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന്റെ നേതൃത്വത്തിൽ തൊഴിൽമേള, വനിതാ ശിശു വികസന വകുപ്പിന്റെ നേതൃത്വത്തിൽ കുട്ടികൾക്കും കൗമാരക്കാർക്കുമായി സൗജന്യ കൗൺസിലിംഗ്, കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ കൈമാറ്റ ചന്ത, ഫിഷ് സ്പാ, AI പ്രദർശനവും ക്ലാസും, പാലക്കാടൻ രുചി വൈഭവങ്ങളോട് കൂടിയ ഫുഡ് കോർട്ട്, സൗജന്യ കുതിരസവാരി, ആധാർ കാർഡ് എടുക്കാനും തെറ്റ് തിരുത്താനും ഉൾപ്പെടെ അക്ഷയയുടെ പ്രത്യേക സ്റ്റോൾ, സഹകരണ വകുപ്പിന്റെ പുഷ്പമേള, താരതമ്യേന വിലക്കുറവിൽ കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളുടെ പ്രദർശനം, പൊതുജനങ്ങൾക്ക് പാട്ടുപാടാൻ അവസരം നൽകുന്ന സിംഗിംഗ് പോയിന്റ്, പൊതുജനങ്ങളുടെ രേഖാചിത്രം സൗജന്യമായി വരയ്ക്കാൻ കലാകാരന്മാർ എന്നിവ മേളയിലുണ്ടാകും. വ്യവസായ വകുപ്പ് സംരംഭകർക്കായി ഹെൽപ്പ് ലൈൻ സെന്ററും കൈത്തറി, കരകൗശലം, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളുടെ പ്രദർശനവും മേളയിൽ ഉൾപ്പെടുമെന്നും മന്ത്രി കെ കൃഷ്ണൻകുട്ടി, ജില്ലാ കളക്ടർ ജി പ്രിയങ്ക, ഇൻഫർമേഷൻ ഓഫീസർ പ്രിയ ഉണ്ണികൃഷ്ണൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഇലക്ട്രിസിറ്റിയിൽ ചില കാര്യങ്ങൾ നിങ്ങളുടെ ഒരു ശ്രദ്ധയിൽ കുസുമ പദ്ധതി 5 ലക്ഷം പമ്പുണ്ട്. ആ പമ്പിൽ കൃഷിക്കാർക്ക് ഒരു അഡീഷണൽ ഇൻകം കിട്ടുന്ന രീതിയിലാണ് അത് പ്ലാൻ ചെയ്തിരിക്കുന്നത്. 60% സബ്സിഡി കിട്ടും. ഇനി 40% ബാക്കിയുള്ളത് പണമില്ലെങ്കിലും നബാർഡിൽ നിന്ന് നമുക്ക് 2000 കോടി രൂപ സാങ്ഷൻ ആയിട്ടുണ്ട്. അത് വച്ചുകൊണ്ട് അവർ കൃഷിക്കാരൻ തന്നെ ഒന്നും ചെയ്യാണ്ട് തന്നെ കിട്ടിയാൽ അത് ആ എക്സസ് ഉള്ള ഇലക്ട്രിസിറ്റി ഗ്രിഡിലേക്ക് കൊടുക്കുമ്പോൾ കിട്ടിയ പൈസ ഇത് അടച്ചു കൊടുക്കാം. അപ്പോൾ ഒരു 2000 രൂപ ഇലക്ട്രിസിറ്റി ചാർജ് ഉള്ള ഒരു സ്ഥലത്ത് അത് ഏകദേശം 8 മാസം 10 മാസം കഴിയുമ്പോഴേക്കും 14,000 രൂപ ഇങ്ങോട്ട് കിട്ടുന്ന രീതിയിലാണ് അത് പ്ലാൻ ചെയ്തത്. അതേപോലെ ഹരിത ഊർജ്ജ വരുമാനത്തിൽ പട്ടികജാതി പട്ടികവർഗ കോളനിയിൽ എല്ലാ 100 കോളനി ഉണ്ടായിരുന്നു. അതിൽ 60 കഴിഞ്ഞു. ഇനി ബാക്കിയുള്ള എവിടെയും കൂടി എത്തിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. അങ്ങനെയുള്ള പദ്ധതികളൊക്കെ തന്നെ ആസ്വദിക്കും. അതേപോലെ പുരപ്പുര സോളാർ, അത് ഇലക്ട്രിസിറ്റി ചാർജും കഴിഞ്ഞ് മിച്ചം അങ്ങോട്ട് കിട്ടും. അത് നിങ്ങളെല്ലാവരും ഉപയോഗിക്കണം. നിങ്ങൾ ഉപയോഗിക്കണം എന്നുള്ള എൻ്റെ അഭിപ്രായം. അതൊക്കെ നല്ല രീതിയിൽ പ്രചരണം കൊടുത്താൽ അത് ജനങ്ങൾക്ക് ഉപയോഗം ഉണ്ടാകും. കലാസാംസ്കാരിക പരിപാടികളും നടക്കും. വിവിധ വകുപ്പുകളുടെ തീം സർവീസ് സ്റ്റോളുകളും കൊമേഴ്സ്യൽ സ്റ്റോളുകളും ഉൾപ്പെടെ 250ഓളം സ്റ്റോളുകൾ മേളയുടെ ഭാഗമാകും. സമാപനം മെയ് 10 മന്ത്രി MP രാജേഷ് ഉദ്ഘാടനം ചെയ്യും. മെയ് 4 ഉദ്ഘാടന ദിവസം വൈകിട്ട് വാലിപ്പറമ്പ് ജംഗ്ഷൻ മുതൽ മേളനഗരി വരെ ഘോഷയാത്രയുണ്ടാവും. കുതിരസവാരിയും ആയോധനകലയും ലഹരിവിരുദ്ധ ക്യാമ്പയിനിന്റെ ഭാഗമായി ഫേസ് പെയിന്റിംഗും ഘോഷയാത്രയിൽ അണിനിരക്കുമെന്നും സംഘാടകർ അറിയിച്ചു. കുറേ സ്റ്റോൾസിൽ പ്രദർശനം മാത്രമല്ല, സേവനങ്ങൾ കൊടുക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ആധാർ എൻറോൾമെന്റ് ആവട്ടെ, മണ്ണ് പരിശോധന ആവട്ടെ, ഇങ്ങനെ സേവനങ്ങൾ കൂടെ ഓൺലൈൻ അപ്പോൾ തന്നെ നമ്മൾ കൊടുക്കാൻ പോവുകയാണ്. സോ ഒരു വലിയ ഉപയോഗമായിരിക്കും. എല്ലാവരും ഇവിടെ ഇത് വന്നിട്ട് ആസ്വാദിക്കണമെന്നാണ് നമ്മുടെ എല്ലാവരുടെ ഒരു. എന്റെ കേരളം പ്രദർശന വിപണന മേളയുടെ ഒരുക്കങ്ങൾ മന്ത്രി കെ കൃഷ്ണൻകുട്ടി വേദി സന്ദർശിച്ച് വിലയിരുത്തി. UTV ന്യൂസ്, പാലക്കാട്.